അങ്ങനെ തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം കഴിഞ്ഞ് പാറമേക്കാവിലോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജോസ് കോലത്തെ ചേട്ടൻ ബലൂൺ തന്നത്. അതൊക്കെ മേടിച്ച് ഞങ്ങളങ്ങനെ നടന്ന് അവിടെ എത്തിയപ്പോഴാണ് മോനെ കാണണം നോക്കിയേ, ക്യൂ നോക്കിയേ. അഗ്രശാലയിലാണ്, അതായത് പാറമേക്കാവ് ടെമ്പിളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളത്. അവിടെ അഗ്രശാല എന്ന് പറയുന്നത് ഒരു ഊട്ടുപുരയും ചെറിയ ഓഡിറ്റോറിയം പോലെയൊക്കെയാണ്. അപ്പം ദേദി കാണുന്നതാണ് നമ്മുടെ അഗ്രശാല. ഇവിടെയാണ് ചമയ പ്രദർശനം വെച്ചിട്ടുള്ളത്. പാറമേക്കാവിൻ്റെ ഒടുക്കത്തെ ക്യൂ ആണ്, പക്ഷെ ക്യൂ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീങ്ങുന്നുണ്ടായിരുന്നു. അധികം ഇങ്ങനെ നിൽക്കേണ്ടി വരണില്ല, ചെറിയ മൂമെന്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ വെച്ച് നോക്കുമ്പം അവിടെ തീരെ തിരക്കുണ്ടായിരുന്നില്ല, ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടത്തെ എങ്ങനെയുണ്ടെന്ന് കാണാം. ഇവിടുത്തെ കുടകളും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ ഇതിൻ്റെ മേലെയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അതുപോലെ പാറമേക്കാവിനോട് എനിക്കൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ആണ്. കാരണം ഒരു ദിവസം പോലും ഇല്ലാണ്ട് നമുക്ക് വരാൻ പറ്റാത്ത ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും വന്ന് തൊഴുതു പോയിരുന്ന ഒരു അമ്പലമാണ് പാറമേക്കാവ്. എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു സ്ഥലം അത്. അപ്പം കാരണം ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഓണ സെലിബ്രേഷനൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ എനിക്ക് ഭയങ്കര പരിചയമാണ്. അതുപോലെ തന്നെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. പാറമേക്കാവിലെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമാണ്. ഞങ്ങളിവിടെ വന്ന് ഇന്നും തൊഴുതിട്ടാണ്, ഞാനും എൻ്റെ 2-3 കൂട്ടുകാരികളൊക്കെ ഉണ്ട്, അവരൊക്കെ കൂടെ ഒരുമിച്ച് ഇവിടെ വന്ന് തൊഴുതിട്ടാണ് കോളേജിലൊക്കെ പോവുക. അപ്പം നമുക്കിപ്പോൾ ഇവിടെ എന്താ പറയുക, ചമയ പ്രദർശനം കാണുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നിയിട്ട്. ഇവിടെ ഒന്നാമത് നല്ല തിരക്ക്, പിന്നെ രണ്ടാമത് ഒരു വെറൈറ്റി കുടകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, സെറ്റ് ചെയ്തേക്കണതും നന്നായിട്ടുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് കണ്ടു നോക്ക്. ഇതാണോ ഇഷ്ടമായത്, അതാണോ മുന്നിലത്തെയാണോ ഇഷ്ടമായി എന്നുള്ളത് നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ മേലോട്ട് കയറാം കേട്ടോ. മേലെ ഇനി കുറേ വെറൈറ്റി കുടകളൊക്കെ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. ഇതെന്തെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമാവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് കേട്ടോ. ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അവിടെയൊക്കെ കുട ചുരുക്കിയല്ല വെച്ചിരുന്നത്, ഇവിടെ എല്ലാ കുടകളും നിവർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു അട്രാക്ഷനൊക്കെ തോന്നാനായിട്ട്. അപ്പം ഇതൊന്ന് നിങ്ങൾ കണ്ടു കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഈ ചമയ പ്രദർശനം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് പാറമേക്കാവിൻ്റെയാണ്. അപ്പോൾ നമ്മൾ രണ്ടും കണ്ടു. നിങ്ങൾക്ക് ഏത് ഇഷ്ടമായി കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, ബൈ.